എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് ചെടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോളുടെ അടുത്ത് ചെടികൾ ഇഷ്ടപ്പെട്ട് മേടിച്ച് വെച്ചതാണ്. ചെടികൾ എത്ര വില കൊടുത്ത് മേടിച്ച് വെച്ചത്, അതിൻ്റെ വേണ്ടുമെണ്ണം അവർ നോക്കാത്തതുകൊണ്ട് ഇതൊക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുക. അപ്പോൾ എന്തായാലും എനിക്കിവിടെ പണിയൊന്നുമില്ല. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പണികളൊന്നുമില്ല. കാരണം ഇവരുടെ ഈ കുറച്ച് സ്ഥലത്തിൻ്റെ ഉള്ളിൽ തട്ടിമുട്ടിയൊക്കെ നടന്ന് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ ചെടികളെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്നേ. ഒരിക്കലും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ചെടികളും ഇങ്ങനെ ഉണങ്ങി പെറുക്കിയിരിക്കാൻ പാടില്ല. അതൊരു ലക്ഷണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അന്ധവിശ്വാസമൊന്നുമല്ല കേട്ടോ. ഇത് ജീവനുള്ള ചെടികളല്ലേ, ജീവനുള്ള വസ്തുക്കൾ നമ്മളെപ്പോഴും ജീവനോടെ ഉണർവോടെ ഇരിക്കണം. അത് കാണുന്നാലേ നമുക്ക് സന്തോഷം. അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് വളർത്താൻ ആഗ്രഹിച്ചാൽ അതിനെ നന്നായിട്ട് നോക്കാനുള്ളൊരു മനസ്സും കൂടി വേണം, അറിയുകയും വേണം. അറിവൊക്കെ ഇപ്പം നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് പഠിക്കാമെന്നല്ലേ ഉള്ളൂ. എന്താ എങ്ങനെയാണെന്ന് അല്ലെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊന്നും ചെയ്യാതെ ഇവർ ഒരു 4 പിന്നെ ചട്ടി ചെടികളായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പനിക്കൂർക്കയും പന പോലത്തെ ഒരു ചെടിയും ഒക്കെ. എന്തായാലും ഞാൻ അതിനെയൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് ഉണങ്ങിയതൊക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് കളഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കി വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു എന്നെ സഹായിക്കുന്നുണ്ട്. കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കിത് അറിയോ ഇല്ല, ചെയ്യാൻ ഒന്നുമില്ല. നമ്മളെന്ത് ചെയ്യുവാണെങ്കിലും ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊക്കെ ചെയ്താൽ മാത്രമേ അതിന് അതിൻ്റെതായ ഗുണം കിട്ടുകയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ മക്കളോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്കിത് കാണാനുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് വലിയ താല്പര്യമില്ല ഈ കാര്യത്തിനോടൊന്നും ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണങ്ങിയതെടുത്ത് പെട്ടെന്ന് അങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി. അത് ആ പച്ച നിന്നിട്ട് നന്നാവും. ആ ഉണങ്ങിയത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഉണങ്ങിപ്പോവും. അതിന് പോലും അവർക്ക് അറിവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അറിവുണ്ടെങ്കിൽ ഇത് കാണാനുള്ള ഒരു കണ്ണില്ലായിരിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ഈ കുറ്റം പറഞ്ഞ് ഇവരിവിടെ നിന്ന് തന്നെ എന്താക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാനതിന് ഈ കോലത്തിലാക്കി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.